ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസം 2-ാം തീയതിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും ദൈവം നമ്മോടുകൂടെ ഇരുന്ന് ബലമുള്ള കരങ്ങളിൽ വഹിച്ചു വഴി നടത്തി. നിശ്ചയമായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നു. കൊലോസ്യർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രിയരെ, ഈ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആമേൻ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഓരോ ദൈവപൈതലും അറിയേണ്ട സത്യം ഇതാണ്: കർത്താവ് നമ്മളിൽ ഇരുന്നു കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കും ആകാം. പ്രായഭേദമെന്നെ, സഭാവ്യത്യാസമെന്നെ, ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ആരെങ്കിലും ദൈവശബ്ദത്തിന്റെ മുൻപിൽ ഹൃദയത്തിന്റെ കവാടം തുറക്കുവാൻ തയ്യാറായാൽ അവനിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം നമ്മോട് പറയുന്നത് നമ്മളിൽ ഉരുവാകുന്ന ക്രിസ്തു, നമ്മളിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന മഹാദൈവം ഏതെങ്കിലും വിശുദ്ധ സ്ഥലത്തോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ കുടിയിരിക്കുന്നൊരു ദൈവത്തെ അല്ല ഈ രാവിലെയും നാം സേവിക്കുന്നത്. നമ്മളിൽ ഇരുന്നു കൊണ്ട് ദേശത്തോട് ഇടപെടുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നാം തിരിച്ചറിയണം, നമ്മുടെ നാവ്, നമ്മുടെ കരങ്ങൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തകളെല്ലാം ഉപയോഗിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ നാം സമർപ്പിതരായി മാറുമ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മെ ദൈവത്തിന് ഉപയോഗിക്കുവാനായി കഴിയും. നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും കഴിവില്ലാത്തവരാണെങ്കിലും ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ മാറി നാം ശക്തരായി മാറുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ നന്നായി സംസാരിക്കുവാൻ കഴിയാതെ തടിച്ച നാവുള്ളവനായിരുന്നു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യനോട് കൂടെ ഇരുന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മോശയുടെ ജീവിതം പഠിച്ചാൽ അറിയാം. വലിയ പ്രതിസന്ധികളുടെ മുൻപിൽ, വലിയ പ്രശ്നങ്ങളുടെ മുൻപിൽ ചാണ് വീണ് തകർന്ന് പിന്മാറ്റത്തിൽ പോകാതെ ജയത്തോടെ കൂടെ ഇരുന്ന ദൈവം നടത്തുവാനിടയായി തീർന്നു. മോശയോട് ദൈവത്തിന് പറയുവാനുള്ള ആലോചന ഇതാണ്: ഞാൻ നിന്നോട് കൂടെയിരിക്കും. കൊലോസ്യ ലേഖനത്തിനകത്ത് അതാണ് എഴുതിയിരിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്ന്. ആമേൻ. അങ്ങനെ
ക്രിസ്തു നമ്മളിലിരുന്നാൽ മോശയിലൂടെ നടന്നതുപോലെ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. ഫറവോന്റെ മുൻപിൽ നിൽക്കുവാൻ കൂടെയിരുന്ന കർത്താവ് മോശയെ ബലപ്പെടുത്തി. ചെങ്കടലിന്റെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞ് മുൻപോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ ഭാരത്തോടെ ആകുലതയോടെ ഇരിക്കുമ്പോൾ ദൈവം മോശയോടുകൂടെ ഇരുന്നത് കൊണ്ട് ചെങ്കടൽ വിഭാഗിക്കപ്പെടുവാനിടയായി തീർന്നു. ഈ രാവിലെ പ്രതിസന്ധികളുടെ മുൻപിൽ, വഴി അടയപ്പെട്ട അനുഭവങ്ങളുടെ മുൻപിൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമെന്ന് ഈ പുതിയ മാസത്തിന്റെ ആരംഭത്തിലും വേദനയോടെ നിങ്ങൾ ചിന്തിക്കുന്നവരാണോ? മറക്കരുത്, ഈ മാസം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ എത്ര വലിയ ചെങ്കടൽ ജീവിതത്തിന് നേരെ കയറി വന്നാലും, എല്ലാ വഴികളും ഒരുമിച്ചടയപ്പെട്ടാലും, ചെങ്കടലിന്റെ നടുവിൽ ഒരു വഴിയെ തുറന്ന് മോശയെയും കൂട്ടരെയും അക്കരെ എത്തിച്ച ഒരു മഹാദൈവമുണ്ട്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ ചെങ്കടൽ തുറക്കപ്പെടും. മോശയുടെ ജീവിതം പഠിച്ചാൽ പിന്നെയും എഴുതിയിരിക്കുന്നത് ചെങ്കടൽ കടന്ന് വ്രത്തപ്പെട്ടത് മരുഭൂമിയിലാണ്. മരുഭൂമി യാത്രയ്ക്ക് പറ്റിയ സ്ഥലമല്ല. മരുഭൂമി പാർപ്പിന് പറ്റിയ സ്ഥലമല്ല. മരുഭൂമി പ്രതിസന്ധികളുടെ ഇടമാണ്. ഈ രാവിലെ ആരെങ്കിലും പ്രതികൂലങ്ങളിലൂടെ, അല്ല, മരുഭൂമിക്ക് തുല്യമായ ജീവിത അനുഭവങ്ങളിലൂടെ രാത്രിയും പകലും മുന്നോട്ട് പോകുന്നവരുണ്ടോ? മറക്കരുത്, ഈ മരുഭൂമി യാത്രയിൽ കാലുകൾ വീങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വസ്ത്രം ജീർണിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. മരുഭൂമിയിൽ വാടി തളർന്ന് വീണു പോകാൻ അനുവദിക്കത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? നമ്മോട് കൂടെ ഇരിക്കുന്നവൻ ഒരു പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മെ കൈവിട്ടു പോകുന്നവനല്ല. മോശയോടുകൂടെ ഇരുന്ന ദൈവം മരുഭൂമിയെ ജയിക്കുവാൻ മോശയുടെ ജീവിതത്തെ ബലപ്പെടുത്തിയെങ്കിൽ, ഈ പുതിയ മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മോട് കൂടെയിരിക്കുന്ന കർത്താവ് ഈ മരുഭൂമി യാത്രയിൽ ജയകരമായി ഓരോ സെക്കൻഡ് മുന്നേറേണ്ടതിന് നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. മോശയോടുകൂടെ ദൈവം ഇരുന്നത് കൊണ്ട് മാറ മധുരമുള്ളതായി മാറി. മാറ കയ്പായിരുന്നെങ്കിൽ, മാറ ഉപയോഗയോഗ്യമോ അല്ലാതെ ആയിപ്പോയി എങ്കിൽ, ദൈവം മോശയോടും കൂട്ടരോടും കൂടെ ഇരുന്നത് കൊണ്ട് മാറ മധുരമുള്ളതായി മാറി. ഈ മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് കയ്പായിരിക്കുന്ന കുടുംബജീവിതങ്ങൾ, കയ്പായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം, അവരുടെ ഭാവി വിദ്യാഭ്യാസം, അതെല്ലാം ശ്രേഷ്ഠകരമായ മധുരമുള്ളതായി മാറും. ദൈവകരങ്ങളിലേക്ക് ഈ രാവിലെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? മറക്കരുത്, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം ഓടിപ്പോയാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരും കൂടെയില്ലെന്ന് ലോകം പറഞ്ഞാലും, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആമേൻ. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് മാത്രമല്ല, മരുഭൂമിയിലൂടെ ജയോത്സവമായി നടത്തി എന്നുള്ളതല്ല, മാറ മധുരമായി എന്നുള്ളതുമല്ല അത്ഭുതം. ധാരാളം ദൈവപ്രവൃത്തികൾ അവരുടെ പ്രയാണത്തിൽ അവരുടെ മുൻപിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ തക്ക സമയത്ത് വേണ്ടിയത് നമുക്ക് വേണ്ടി നൽകിത്തന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന മഹാദൈവം നമ്മോട് കൂടെയിരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ മരുഭൂമിയിലൂടെ നടന്ന് യെരിഹോവിലെത്തി. യെരിഹോവിലെ രാജാവ് കടത്തുവിടത്തില്ലെന്ന് പറഞ്ഞ് എല്ലാ വഴികളും അടച്ചു. അവരോട് കൂടെയിരുന്ന ദൈവം യെരിഹോവിനെ അവരുടെ മുൻപിൽ തകർക്കുവാനിടയായി തീർന്നു. കാലങ്ങൾ കുറെ പിന്നെയും മുൻപോട്ട് പോയി. ഇന്നവർ യോർദാന്റെ കരയിൽ നിൽക്കുകയാ. മരണ യോർദാന്റെ കര. അപ്പുറം കടക്കുവാൻ കഴിയാതെ കുറെ നാളുകൾ അവർ ഭാരപ്പെട്ടെങ്കിലും, ഈ യോർദാൻ അവരെ കരയിപ്പിച്ചെങ്കിലും, തിരുവചനം എഴുതിയിരിക്കുന്നത്
യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കാം. എന്താ സംഭവിച്ചത്? തിരുവചനം എഴുതിയിരിക്കുന്നു, യോർദാനെ വിഭാഗിക്കുവാൻ യോശുവയോടുകൂടെ ഇരുന്ന ദൈവം അവരെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഈ രാവിലെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഉറപ്പാണ് ചില യോർദാനുകൾ, കരകവിഞ്ഞൊഴുകുന്ന മരണയോർദാനുകൾ ചിലരുടെ മുൻപിൽ പിളർന്നു മാറുവാനിടയായി തീരും. പ്രിയരെ, യോർദാൻ വിഭാഗിച്ചു, വാഗ്ദത്തങ്ങളിലേക്ക് അവർ കയറി. എന്താ കാര്യമെന്നറിയാമോ? ദൈവം അവരോടുകൂടെ ഇരുന്നു. ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരോടും ഞാനൊരാലോചന പറയാം. ഈ ജൂലൈ മാസം ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുന്ന, ദൈവം കൂടെ ഇരിക്കുന്ന, ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്ന, സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്ന, സാമ്പത്തിക നന്മകൾ അനുഭവിക്കുവാൻ കഴിയുന്ന, വിജയം പ്രാപിക്കുവാനായി കഴിയുന്ന ദൈവ പ്രവർത്തിയുടെ നാളുകളായി മാറട്ടെ. പ്രാർത്ഥിക്കാമോ? കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ ബലവും അധികാരവുമുള്ള കരങ്ങളിൽ ഓരോരുത്തരെയും വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.